രാവിലെ തന്നെ ഒരു റീൽസ് എടുത്തപ്പോ എന്തൊരാശ്വാസം. ഇനി അത് പോസ്റ്റ് ചെയ്യട്ടെ. ഓ, എന്റെ റീൽസിന് എത്ര ലൈക്സ്, എത്ര കമന്റ്സ്, നാട്ടുകാർക്ക് മുഴുവൻ ഇഷ്ടമുണ്ട്. പക്ഷെ ഈ വീട്ടിൽ എന്റെ കെട്ടിയവന് മാത്രം അന്ന് സപ്പോർട്ടില്ല, ഇന്ന് സപ്പോർട്ടില്ല. ഒരു റീലും കൂടി ചെയ്യാം. നശിപ്പിച്ച് ഫുഡ് ഓർഡർ ചെയ്തിരുന്നവനായിരിക്കും. കേറി വരുവോ? ഓ, ശരിയോ, കുറച്ച് താമസിച്ചു കേട്ടോ. നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. അത് കുഴപ്പമില്ല, കുഴപ്പമില്ല. പിന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ഫ്രീ ആണോ? ആണോ? വേറൊന്നുമല്ല, എന്റെ കൂടെ ഒന്ന് സഹകരിക്കാൻ പറ്റുമോ? തിരക്കാണെങ്കി വേണ്ട. ഇല്ല, 10 പേർക്ക് ഫുഡ് കൊടുക്കണമായിരുന്നു. പട്ടികൾ ചാവട്ടെ, കുഴപ്പമില്ല. എന്നുവെച്ചാലേ വീട്ടിലാണെങ്കി ആരും ഇല്ല. അപ്പൊ എനിക്കാണെങ്കിൽ എന്റെ ഭർത്താവിനാണെങ്കിൽ ഒട്ടും താല്പര്യവും ഇല്ല. മനസ്സിലായി. അപ്പം ഒന്ന് പറ്റുമെങ്കിൽ ചേച്ചിയുടെ ഇഷ്ടം. എന്നാ തുടങ്ങാം. അതെ, ഇതിലൊന്ന് വീഡിയോ എടുക്കൂ. അയ്യേ, വീഡിയോ എടുത്ത് മോശമാണ് ചേച്ചി. ഇതൊക്കെ വീഡിയോ ഒന്നും എടുത്തു നാണക്കേടാണ്. അയ്യോ, വീഡിയോ എടുത്താലല്ലേ വൈറലാവുള്ളൂ. ചേച്ചി വൈറലാവാൻ വേണ്ടി എന്റെ വീഡിയോ എടുക്കണം. ഇതിന് വീഡിയോ ഒന്നും വേണ്ട. ചേച്ചി ഇങ്ങോട്ട് വന്നാണ് വീഡിയോ ഒക്കെ. എന്തോ നീ ഇപ്പൊ കാണിച്ചത്? ചേച്ചിയല്ലേ പറഞ്ഞ ഭർത്താവിന് താല്പര്യമില്ല, അതുകൊണ്ട് സഹകരിക്കുമെന്നൊക്കെ ചോദിച്ചത്. റീൽ എടുക്കാൻ സഹകരിക്കുമെന്നാണ് ചോദിച്ചത്. ഇവിടെ ആളില്ലാന്ന്, അയാൾക്ക് ഒരു സപ്പോർട്ടും ഇല്ല, അതുകൊണ്ട് ഒരു റീൽ എടുത്തു തരാന്നാണ് ചോദിച്ചത്. എടുക്കാനായിരുന്നു. സോറി ചേച്ചി, അർത്ഥം പറ്റിപ്പോയി. പണി ഇറക്കി ചേച്ചി വന്നു പറ്റിപ്പോയി. ചേച്ചി പറയണ എന്തും ചെയ്യാം ചേച്ചി, പ്ലീസ് പ്ലീസ്. ഞാൻ പറയണ എന്തും ചെയ്യും. എന്തും ചെയ്യാം. ഉറപ്പാണ്. എന്നാലേ നമുക്കൊരു ഡുവറ്റ് അടിച്ചാലാ? വീണ്ടും വരണം. ഞാൻ എന്തെങ്കിലും തെറ്റിദ്ധരിക്കണം, എന്നിട്ടാണ് ചേച്ചി വീണ്ടും അടുത്ത അടി എനിക്ക് ഇവിടെ തരാം. റീൽസ് ചെയ്യാണോ രണ്ടുപേർക്കും കൂടി? ഒരെണ്ണം പറയാ, മറ്റുള്ളവരോട് പറയാതിരിക്കണമെങ്കിൽ മതി. ഞാൻ ചെയ്യാം. ചെയ്യോ? ഓക്കെ. ഒന്ന് കയറി കൊടുത്ത് രാവിലെ. ഞാൻ ഡെലിവറി പോയി. നീ ഡെലിവറി പോയാണ്? ഞാൻ നല്ല തെറി പറയണ പോയി. നീ ഇപ്പം ആരുമില്ലാത്ത സമയത്ത് എന്റെ ഭാര്യയോട് നിനക്കെന്താ പരിപാടി? എന്റെ പൊന്നു മനുഷ്യ, ഇങ്ങോട്ട് വാ. അതെ, അവൻ ഫുഡ് ഡെലിവറിക്ക് കൊണ്ടുവന്ന പയ്യനാ. ഫുഡ് ഡെലിവറിക്ക് കൊണ്ടുവന്നല്ല, അവൻ എന്റെ അന്നം മുട്ടിക്കാൻ വേണ്ടി വന്നവനാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, ഒരു റീൽ ചെയ്യുമെന്ന് ചോദിച്ചു, അതുകൊണ്ട് റീൽ ചെയ്തതാണ് ഞങ്ങൾ. നിനക്ക് വേറെ ഒരു പണിയില്ലടി. നീ കണ്ട എല്ലാരും നിന്നെ ഞാൻ കുറ്റമാണ്, തെറ്റ് പറഞ്ഞല്ല കേട്ടാ, സങ്കടം കൊണ്ട് പറഞ്ഞ. എല്ലാരും റീൽ ചെയ്യണം. രാവിലെ പാലുകാരൻ വരുമ്പോഴത്തേക്ക് അവനുമായിട്ട് റീൽ ചെയ്യും, മീൻകാരൻ വരുമ്പോ അവനോട്ട് റീൽ ചെയ്യും, വിറക് കീറാൻ അവനുമായിട്ട് റീൽ ചെയ്യും, എന്തിന് ശനിയാഴ്ച അണ്ണാച്ചു വന്ന് അവനുമായിട്ട് റീൽ ചെയ്യും, നീയായിട്ട് റീൽ ചെയ്തില്ലേ? എല്ലാരുമായിട്ട് റീൽ. പക്ഷെ ഞാൻ ഒരു ഭർത്താവ് ഇവിടെ ഉണ്ടല്ലോ, ഞാനുമായിട്ടുള്ള റീൽ ചെയ്യും. വളരെ മോശമല്ലേ? ഇത്രയും പാവപ്പെട്ട ചേട്ടനോട് ഒരു റീൽ ചെയ്തൂടെ? അതുകൊണ്ടല്ല, അങ്ങേർക്ക് ഫ്ലോ ഇല്ല. എനിക്ക് ഫ്ലോ ഇല്ല. മീൻകാരന് ഫ്ലോ ഉണ്ട്, വിറകുകാരന് ഫ്ലോ ഉണ്ട്, പാൽക്കാരന് ഫ്ലോ ഉണ്ട്, എനിക്ക് വണ്ടറ ഫ്ലോ. എനിക്ക് മാത്രം. എന്റെ പൊന്ന് മനുഷ്യ, റീൽസിന്റെ ഫ്ലോയും ടൈമിംഗ് ഒന്നും അറിയാത്ത ഇങ്ങനെയാണല്ലോ ഞാൻ കെട്ടിയെടുത്തത്. പോർന്നു ഈ തുള്ളിച്ചാടിക്കൊണ്ട് പോയില്ലേ? എന്നുള്ള ദേഷ്യം തീർക്കണമല്ല, റീൽസ് ചെയ്യാൻ പോയാണ്. ചേട്ടന്റെ അസുഖം എനിക്ക് മനസ്സിലായി. ചേട്ടന്റെ അസുഖത്തിന് ഒരേ ഒരു പരിഹാരമേ ഉള്ളൂ. ബെഞ്ചമിൻ പ്ലൂട്ടോ. പ്രശസ്ത മനഃശാസ്ത്രജ്ഞ വിദഗ്ധൻ. എന്റെ അപ്പച്ചക്ക് ഇതേ അസുഖമായിരുന്നു. റീൽസ് എന്ന് പറഞ്ഞോ ഒടുക്കത്തെ റീൽസ്. ലൈംഗമ്മിക്കേറി റീൽസ് ചെയ്തപ്പോഴാണ് മാമൻ പിടിച്ചോണ്ട് ഈ ഡോക്ടറെ കാണിപ്പിച്ചത്. എങ്ങനെയെങ്കിലും ആ ഡോക്ടറെ ഒന്ന് കൊണ്ടുപോവാ. കാരണം ഇവിടെ ഈ റീൽസ് രോഗം ഒന്ന് മാറിക്കിട്ടെ. എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ഇവിടെ രക്ഷപ്പെടുത്തണം. ഞാൻ ഏറ്റെണ്ണ. ഒരു സ്ഥാനമില്ലൊന്നും. ഒരു ഡെലിവറിക്ക് പോയി ഇനി ഈ അവസ്ഥ ഉണ്ടാവരുത്. ഞാൻ ഏറ്റു. കേൾക്കണോ പ്രിയ കൂട്ടരെ,
അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. അയ്യോ അവൻ പോയാ? അയ്യോ ഡെലിവറി ബോയ് എന്തിനാണ് അവന്റെ കൂടെ റീൽസ് ചെയ്യാൻ. നിനക്ക് നാണയില്ലേടി റീൽസ് ചെയ്യാൻ? എന്താ ഡെലിവറി ബോയുടെ റീൽസ് ചെയ്യാൻ പിന്നെ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ഞാൻ ചെയ്യാം. ചുമ്മാ പറ്റിക്കാൻ പറയല്ലേ. ഇല്ല, ഞാൻ ഇനി സത്യമായിട്ടും നിന്റെ കൂടെ റീൽസ് ചെയ്യും. ആണോ? അയ്യോ എന്റെ തങ്ക കോടം. അയ്യോ എനിക്ക് നാണം പറഞ്ഞ. നല്ല രസമുണ്ടായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു അടിപൊളിയായിരുന്നു. എന്റെ റീൽസ് അല്ലേ? അടിപൊളി. ഞാനേ പോയിട്ട് വേറെ റീൽസ് ഒക്കെ എടുത്ത് സെലക്ട് ചെയ്ത് വെച്ചിട്ട് വരാം. ആണോ? അടിപൊളി അടിപൊളി അപ്പൊ റീൽസ്. നോക്കി നീ വേറെ റീൽസ് ചെയ്യാല്ലേ? വേറെ റീൽസ് ചെയ്യാം. ഇപ്പൊ വരാമേ. ദൈവമേ പൊളിയൂല്ല ഇത്. സൂപ്പർ. നമസ്കാരം. എന്തോ ഐ ആം സൈക്കാട്രിസ്റ്റ് ബെഞ്ചമിൻ ഫ്ലൂട്ടോ. ഫ്ലൂട്ടൊന്നോ? ബെഞ്ചമിൻ ഫ്ലൂട്ടോ എന്നല്ല പറഞ്ഞത്, ബെഞ്ചമിൻ ഫ്ലൂട്ടോ സൈക്കാട്രിസ്റ്റ്. ഡെലിവറി പറഞ്ഞിരുന്നു. ഓ ഞാൻ നമ്മുടെ ഭാര്യയുടെ എല്ലാം പറഞ്ഞിരുന്നു. അതായത് നിങ്ങളുടെ ഭാര്യയ്ക്ക് റീൽസ് മാനിയാക്ക് എന്ന് പറഞ്ഞ അസുഖമാണ്. അതെ അതെ മനസ്സിലായില്ലേ? ഈ റീൽസ് ചെയ്ത് വന്നൊരു അസുഖമാണ്. അതെ, അതെ. ഇത് മാറ്റിയെടുക്കാം. ആണോ? കേട്ടോ? ആണോ? ഇത് ചികിത്സാ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ചികിത്സാ രീതിയാണ്. ഓഹോ. നിങ്ങളുടെ ഭാര്യ ചികിത്സിച്ച് വേറൊരാളാക്കി ഞാൻ അങ്ങോട്ട് തരും. അപ്പൊ ഇതിന് ഉപേക്ഷിക്കണോ? വേറെ ആളെ തരുമെന്ന് പറഞ്ഞു. നിനക്ക് പെണ്ടാട്ടി ഉണ്ടാക്കാൻ വന്നതല്ല ഞാൻ. മനസ്സിലായ? നിങ്ങൾ റീൽസ് ചെയ്ത് കഴിഞ്ഞാൽ തീരാവുന്ന വിഷയമേ ഉള്ളത്. ഞാനാ? നീ റീൽസ് ചെയ്താലേ പറ്റൂ. ഇവിടെ നീ റീൽസ് ചെയ്യണം. അത് ശരിയാവും. ഞാൻ റീൽസ് ചെയ്യാൻ ഡെലിവറി പോയി. ഇവിടെ ഞാൻ പറയുന്ന ഇയാളെ കേൾക്കുന്നില്ല. ചേട്ടാ പറയുന്ന ഒന്ന് കേക്ക്. ചേട്ടന്റെ ഫാമിലി ശരിയാവണ്ടേ? ചേട്ടാ പറയുന്ന ഒന്ന് കേക്ക്. ഇത് എനിക്ക് ഈ ഒന്നാമത്തെ കാര്യം റീൽസ് ഒന്നും ചെയ്യാൻ അറിഞ്ഞുകൂടാ. ചേട്ടൻ വിചാരിച്ചാ നടക്കും. സാർ ഒന്ന് കാണിച്ചു കൊടുക്ക് സാർ. ഞാൻ കാണിച്ചു തരാം. ഇതിലിങ്ങനെ ഇട്ട് ചെയ്യൂ. ചെയ്യൂ. ചെയ്യ്. തെറ്റ്. ചെയ്യ്. Come on, come on. Come on, come on. ഇങ്ങനെ. ചെയ്യ്. ഏത് സ്റ്റെപ്പ്? ചെയ്യ്. ചെയ്യ്, ചെയ്യ്, ചെയ്യ്. ചെയ്യ്, ചെയ്യ്. ഇങ്ങോട്ട്. ചെയ്യ്, ചെയ്യ്. കളിക്കൂ. അതെ. പുഴുവാടി അതെ അതെ തന്നെ പുഴുവാടി കിടക്കി. അയ്യോ. മതിയാ? മതി. ഓക്കെ. സൂപ്പർ. ഞാനിത് സോഷ്യൽ മീഡിയ കയറ്റി വിടാൻ പോവുകയാണ്. ശീതങ്കം തുള്ളൽ അങ്ങനെ കേറിപ്പോയി പോക്കണ്ട. എത്രയും ലൈക്ക് എത്രയും? ലൈക്ക് ഇപ്പൊ തന്നെ 350. അയ്യടാ. 350 ലൈക്കായി. ഓ ഒരു കാര്യം ചെയ്യാം. എന്റെ വേറെ വെറൈറ്റി സാധനം ഉണ്ട്. വെറൈറ്റി ഉണ്ടോ? ഞാൻ കൊച്ചിലെ പഠിച്ച അല്ല മതി രണ്ടെണ്ണം. അല്ല ഒരെണ്ണം കൂടെ കൊണ്ട്. അല്ല ഒരു ദിവസം രണ്ടെണ്ണം ചെയ്യാവോ? ഇല്ല ഒരെണ്ണം കൂടെ കൊണ്ട്. റീച്ച് ആവണം. എനിക്ക് എങ്ങനെ reach ആവണം? സംഭവം വേറെ ഒന്നുമല്ല. നമ്മൾ ഇങ്ങനെ റീച്ച് ആക്കുന്നു. ഇത് ഇയാളുടെ ഭാര്യ കാണുന്നു. കണ്ടതിന് ശേഷം ഇയാളുടെ ഭാര്യ ഇതിന് റീൽസ് മുക്തിയായിട്ട് തിരിച്ചു വരുന്നു. അതാണ് എന്റെ ഒരു ചികിത്സാ രീതി. തിരിച്ചു വരുമോ? തീർച്ചയായിട്ടും തിരിച്ചു വന്നിരിക്കും. ചേട്ടാ. അയ്യോ ദാവരണം. എടാ നീ പോയില്ലേ? ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ ചേട്ടൻ പറഞ്ഞു നിന്നപ്പം വേണ്ട ഈ അങ്ങേര് വന്നപ്പം ചേച്ചി എന്തിനാ ഇവിടെ വന്നിങ്ങനെ? ഇതാരടാ? ഞാൻ ബെഞ്ചമിൻ ഫ്ലൂട്ടോ. ഫ്ലൂട്ടോ? ഫ്ലൂട്ടല്ല, ബെഞ്ചമിൻ ഫ്ലൂട്ടോ. ഞാൻ സൈക്കാട്രിസ്റ്റ് ആണ്. അതെ. ചേട്ടാ എങ്ങോട്ട് പോയെന്ന് എവിടെയോ ഉണ്ടായിരുന്നു. ചേട്ടാ. ചേട്ടാ ചേട്ടാ. ചേട്ടാ ചേട്ടാ. ചേട്ടാ അമ്മേ കാന്താര. എന്റെ ചേട്ടൻ എന്ത് പറ്റിയത് സത്യം പറ. നിങ്ങൾ ഇങ്ങനെ റീൽസ് കൊണ്ടുവന്നപ്പോഴേ ഞങ്ങള് അത് മാറ്റാൻ വേണ്ടി പുള്ളി എടുത്ത് റീൽസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. പക്ഷെ റീൽസ് ചെയ്ത് പുള്ളിക്ക് തൊട്ട എന്നാണ് തോന്നുന്നത്. അയ്യോ
ചേട്ടാ ഫ്ലൂട്ടോ ഞാനിനി എന്ത് ചെയ്യൂടോ? അത് ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങളുടെ ഭർത്താവിന് ഇപ്പൊ ഒന്നും തിരിച്ചു കിട്ടാൻ പറ്റും തോന്നുന്നില്ല. നിങ്ങളുടെ ഭർത്താവിനെ സോഷ്യൽ മീഡിയ ഏറ്റെടുത്ത് കഴിഞ്ഞു. ഏറ്റെടുത്തിട്ട് അങ്ങ് ഏറ്റവും മുകളിൽ കൊണ്ട് നിർത്തിയിരിക്കുകയാണ്. അവിടെ നിന്ന് പുള്ളിക്കാരൻ അങ്ങ് മടുക്കുമ്പോഴത്തേക്ക് താഴെ അങ്ങ് വീഴും. അവിടെ വീണ് കഴിയുമ്പോ പുള്ളിക്ക് ജീവൻ ഉണ്ടെങ്കിൽ നിങ്ങള് ഡിവറ്റ് ചെയ്യോ, കൊളാബ് ചെയ്യോ, റീൽസ് ചെയ്യോ, എന്താന്ന് വെച്ചാൽ അയക്കോ. അയ്യോ അപ്പൊ അതുവരെ ഞാൻ എന്ത് ചെയ്യും? നമുക്കൊരു ഡിവറ്റ് അങ്ങ് ചെയ്താലോ? ഇത് വൈറലാവും. ആ അടി കിട്ടിയതോളേട്ടാ.